കുളത്തൂപ്പുഴയിൽ കനത്ത മഴയിൽ 5 ലോന്തുപച്ച വനപാതയിലെ മരങ്ങൾ ഒടിഞ്ഞു വീണു. മരങ്ങൾ KSEB ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വീണ് വൈദ്യുതി വിതരണം നിലച്ചു. സ്ഥലത്തെ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നു. രാജ്കുമാർ, ഇപ്പോൾ ഈ ചൂടിൽ കനത്ത താപനിലയിലും വേനൽ മഴ ഒരു ആശ്വാസം തന്നെയാണ്. എന്നാൽ പോലും അപകടങ്ങൾക്കുള്ള സാധ്യതയും ഏറുകയാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഇപ്പോൾ ആലിപ്പഴ വർഷം അടക്കമുണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം കൊല്ലം ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഇതിന്റെ അടിക്കാട് വെട്ടുന്നതിനിടയിൽ അവിടെ കണ്ടച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളക്കുപാറ ഇടക്കൊച്ചി സ്വദേശിനി കരുത മരിച്ചു. അതായത് ഇവർ ഈ അടിക്കാട് വെട്ടുന്ന സമയത്ത് ഈട്ടിമരം കടപുഴുകി ഇതിന്റെ എണ്ണപ്പനയുടെ മുകളിലേക്ക് വീണു. എണ്ണപ്പനയാണ് ഇവരുടെ ദേഹത്ത് വീണത്. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ആ സമയത്ത് നിരവധി തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഓടി മാറിയതുകൊണ്ട് മാത്രം നിരവധി പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അതൊരു വലിയ ഒരു അപകടവും നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമായി മാറുമായിരുന്നു. അതേസമയം കുളത്തൂപ്പുഴയിലെ വനപാതയിൽ വ്യാപകമായ കാറ്റും മഴയിലും കാട്ടുമരങ്ങൾ മുഴുവനും കടപുഴുകിയിട്ടുണ്ട്. അവിടെ റോഡിലേക്ക് ഈ മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകളെല്ലാം തകർന്ന് അവിടെയും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെയാണ് ഈ കിഴക്കൻ മേഖലയിൽ ഇപ്പോൾ ആലിപ്പഴ വർഷം. അവിടെ ഈ കൊടും ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 40-41 ഡിഗ്രി വരെയാണ് പുനലൂരിൽ, അതുപോലെ ഈ മലയോര പ്രദേശമായ തെന്മല ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നത്. ആ സ്ഥലത്ത് ആലിപ്പഴം വീണു എന്ന് പറയുന്നതാണ് വലിയ ഒരു ആശ്വാസം. അതേസമയം ഈ അപകടവും ഇപ്പോൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ഒരു കെടുതിയായി മാറുകയും ഒരു മരണത്തിന് സംഭവം അതായി മാറുകയും ചെയ്തിട്ടുണ്ട്.